ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതിരോധ ശബ്ദമായി മാറിയ ഒരു പ്രസ്ഥാനമുണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ വേഗത്തിൽ പടർന്നു പിടിച്ച മറ്റൊരു ജനകീയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ അതിരുകൾ കടന്ന് തെരുവുകളിലേക്ക് പടർന്ന ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. എന്നാൽ ഇവിടെ നിന്നാണ് ഈ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത്. അതിന്റെ വേരുകൾ ചെന്നു നിൽക്കുന്നത് ഒരു വാദത്തിനിടെ ഉയർന്നു വന്ന തികച്ചും വേദനാജനകമായ ഒരു പരാമർശത്തിലാണ്. കോടതിയിൽ ഒരു കേസ് പരിഗണിക്കുന്നതിന് ഇടയിലായിരുന്നു അത്. തൊഴിലില്ലായ്മ അനുഭവിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ചെറുപ്പക്കാരെ കുറിച്ച് പരാമർശിക്കവേ ചീഫ് ജസ്റ്റിസ് അവരെ പാറ്റകളോടും പരാന്നഭോജ്യങ്ങളോടുമായി ഉപമിക്കുകയുണ്ടായി. സ്വാഭാവികമായും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ ആ വാക്കുകൾ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ ആഴത്തിൽ അങ്ങനെ മുറിവേൽപ്പിച്ചു. എന്നാൽ ആ അധിക്ഷേപത്തിന് മുന്നിൽ കണ്ണീരൊഴുക്കി തോറ്റുകൊടുക്കാൻ നമ്മുടെ യുവതലമുറ തയ്യാറായിരുന്നില്ല. ആ അധിക്ഷേപത്തെ തന്നെ തങ്ങളുടെ ആയുധമാക്കാൻ ഒരു യുവാവ് മുന്നോട്ട് വന്നു, അഭിജിത്ത് ദീപ്കെ. നിങ്ങൾ ഞങ്ങളെ പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ച് അധിക്ഷേപിച്ചു എങ്കിൽ അതേ പേരിൽ ഞങ്ങൾ സംഘടിക്കുമെന്ന വിപ്ലവകരമായ തീരുമാനത്തോടെ അഭിജിത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ ആഹ്വാനവും ചെയ്തു. തൊഴിലില്ലായ്മയും അവഗണനയും നേരിടുന്ന രാജ്യത്തെ യുവത്വത്തെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് രൂപവും നൽകി. നിമിഷ നേരം കൊണ്ടാണ് ആ ഡിജിറ്റൽ പ്രസ്ഥാനം ഒരു വൻമരമായി വളർന്നതും തെരുവുകളിൽ ആയിരക്കണക്കിന് യുവാക്കൾ അണിനിരുന്ന വലിയൊരു വിപ്ലവമായി മാറിയതും. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചതും ആ CJP കത്തിച്ച പ്രതിരോധത്തിന്റെ തീപ്പൊരിയാണ് ഇന്നിതാ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നിയമ കലാലയമായ ഹൈദരാബാദ് നസ്ലാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോയിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ബിരുദാനന്തര ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ 2026 ബാച്ചിലെ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. യുവാക്കളെ അധിക്ഷേപിക്കുകയും അവഗണന കാണിക്കുകയും ചെയ്ത വ്യക്തികളുടെ കൈകളിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും അയച്ച കത്തിൽ വിദ്യാർത്ഥികൾ തുറന്നു കഴിഞ്ഞു. ബിരുദാനന്തര ചടങ്ങ് നടക്കുന്ന തീയതിയെക്കുറിച്ചും മുഖ്യാതിഥികളെക്കുറിച്ചും ഇതുവരെ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ബിരുദാനന്തര പ്രസംഗം നടത്തുക എന്നതും സർവകലാശാലയുടെ ഒരു പതിവ് രീതിയുമാണ്. ഇത് ഒരു ബാച്ചിന്റെ മാത്രം ശബ്ദമല്ല, രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആത്മാഭിമാനത്തിന്റെ ശബ്ദമാണ്. അവഗണനകൾക്കും അധിക്ഷേപങ്ങൾക്കും മുന്നിൽ തലകുനിക്കാത്ത പുതിയ കാലത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകമാണ് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയും നെസ്ലാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും. നീതി തേടിയുള്ള ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് തന്നെ കാണാം.